Dear students, now we can move on to our next theorem. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ആണിത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Given m greater than or equal to 1 where m is not of the form 1, 2, 4 p raised to alpha or 2 p raised to alpha where p is an odd prime. എന്താ പറഞ്ഞേക്കുന്നത്? m എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പക്ഷേ m ഇത്രയും ഫോംസിലുള്ളൊരു നമ്പർ അല്ല. അതായത് 1 അല്ല, 2 അല്ല, 4 അല്ല, പി റേസ് ടു ആൽഫ അല്ല, 2 പി റേസ് ടു ആൽഫയും അല്ല. പി എന്ന് പറഞ്ഞാൽ ഓഡ് പ്രൈമാണ്. അപ്പോൾ ഈ ഫോംസിലൊന്നും വരാത്ത 1നേക്കാൾ വലിയ ഒരു നമ്പറാണ് എം. ഈ എമ്മിനോട് ദെൻ ഫോർ എനി എ വിത്ത് ജി സി ഡി ഓഫ് എ എം ഈക്വൽ ടു 1, അതായത് ഈ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതൊരു നമ്പർ എ എടുത്താലും എ റൈസ് ടു 5/m/2 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod m ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ റൈസ് ടു 5/m/2 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod m വെയർ m is a number greater than 1 which is not of the form 1, 2, 4 p raised to alpha or 2 p raised to alpha. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഇച്ചിരി ലെങ്തി പ്രൂഫാണ്, പക്ഷെ നമുക്ക് വളരെ എളുപ്പമായിട്ട് പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് we have shown that there are no primitive root mod 2 raised to alpha if alpha greater than or equal to 3. അപ്പോൾ ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി വി ക്യാൻ സപ്പോസ് ദാറ്റ് എം ഹാസ് ഫാക്ടറൈസേഷൻ. നമ്മളിപ്പം ഏതൊരു നമ്പർ കിട്ടിയാലും പ്രൈം ഫാക്ടറൈസേഷൻ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ ഫാക്ടറൈസേഷൻ നമ്മൾ 2 റൈസ് ടു ആൽഫ ഇൻറ്റു p1 റൈസ് ടു ആൽഫ 1 ഇൻറ്റു എക്സെട്ര ps റൈസ് ടു ആൽഫ എസ് എന്ന് എഴുതുന്നു. ഇവിടെ p1 p2 എക്സെട്ര ps എന്ന് പറയുന്നതെല്ലാം ഓഡ് പ്രൈംസ് ആണ്. ഈ 2 സെപ്പറേറ്റ് എഴുതാൻ കാര്യം എന്താ? 2 എന്ന് പറഞ്ഞാൽ ഓഡ് പ്രൈം അല്ല, അതൊരു ഈവൻ പ്രൈമാണ്. അപ്പോൾ നമ്മൾ എമ്മിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 വരുമോ വരില്ലേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 റൈസ് ടു ആൽഫ ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 എന്ന് അതിൻ്റെ അർത്ഥം 2 ഫാക്ടർ അല്ല. ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്ന് അതിൻ്റെ അർത്ഥം 2 ഒരു ഫാക്ടറാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ ജനറലി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ ഫോം മനസ്സിലായല്ലോ. 2 റൈസ് ടു ആൽഫ ഇൻറ്റു p1 റൈസ് ടു ആൽഫ 1 ഇൻറ്റു എക്സെട്ര ps റൈസ് ടു ആൽഫ എസ്. ഇനി ഗിവൺ കണ്ടീഷൻ എന്താണ്? എം ഈസ് നോട്ട് ഓഫ് ദി ഫോം 1, 2, 4 p റൈസ് ടു ആൽഫ ഓർ 2 p റൈസ് ടു ആൽഫ. ഇനി എസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എസ് ഈക്വൽ ടു 1, അതായത് ഇവിടെ എസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പോൾ എം എന്തായിട്ട് മാറും? ആ കേസിൽ എം ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആൽഫ ഇൻറ്റു p1 റൈസ് ടു ആൽഫ 1. അതായത് എമ്മിൻ്റെ ഫോം 2 റൈസ് ടു ആൽഫ ഇൻറ്റു p1 റൈസ് ടു ആൽഫ 1 എന്നുള്ള ഫോമിലായിരിക്കും. ഇനി ആൽഫയുടെ റേഞ്ച് കിടക്കുന്നത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ എം എന്താവും? ആൽഫ ഈക്വൽ ടു 0 ആയാൽ എം എന്ന് പറഞ്ഞാൽ p1 റൈസ് ടു ആൽഫ 1 ആകും. ഇനി ആൽഫ ഈക്വൽ ടു 1 ആയാൽ എം എന്താകും? അപ്പോൾ അത് 2 ഇൻറ്റു p1 റൈസ് ടു ആൽഫ 1 ആവും. പക്ഷേ എമ്മിന് ഇത് രണ്ടും ആകാൻ പറ്റുമോ? എം നോട്ട് ഓഫ് ദി ഫോം p റൈസ് ടു ആൽഫ ആൻഡ് 2 p റൈസ് ടു ആൽഫ എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോമിലും എമ്മിന് വരാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ആൽഫയ്ക്ക് 0യും ആകാൻ പറ്റില്ല, 1ഉം ആകാൻ പറ്റില്ല. സോ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. വി ഹാവ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഈഫ് എസ് ഈക്വൽ ടു 1. ഇവിടെ നോട്ടിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് എസ് ഈക്വൽ ടു 2 എന്നുണ്ട്, അതില്ല കേട്ടോ, അതങ്ങ് വെട്ടിയേക്ക്. എസ് ഈക്വൽ ടു 1 വരുന്ന കേസിൽ മാത്രമാണ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമ്മൾ പറയുന്നത്. നോട്ടിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അത് നോട്ടിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ എസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ആൽഫയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകും. കാരണം ആൽഫ 1 വന്നാലും 2 വന്നാലും അപ്പോൾ എം ഏത് ഫോമിലായി പോവും? അത് 1 വന്നാലും 0 വന്നാലും p റൈസ് ടു ആൽഫ അല്ലെങ്കിൽ 2 p റൈസ് ടു ആൽഫ എന്നുള്ള ഫോമിലായി പോവും. ആ ഫോം പക്ഷേ എമ്മിൻ്റെ ഫോം അല്ല. അതുകൊണ്ട് എസ് ഈക്വൽ ടു 1 വരുമ്പോൾ ആൽഫ ഉറപ്പായിട്ടും 2ഓ അതിന് മുകളിലുള്ള ഒരു നമ്പറോ ആയിരിക്കണം. ഇനി അടുത്ത പറയുന്ന കാര്യം, ഈഫ് അവിടെയും നോട്ടിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈഫ് ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതിയേക്കുന്നത് അത് ആക്ച്വലി ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്നാണ്.
if alpha not equal to 0, കാരണം ആൽഫയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ലേ, അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കേസ് if ആൽഫ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതും കറക്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ രണ്ടാമത്തെ കറക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. if ആൽഫ നോട്ട് ഈക്വൽ ടു 0 ദെൻ എം ഈക്വൽ ടു, അപ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ 2 റൈസ് ടു ആൽഫയുടെ ടൈം നമ്മളവിടെ എഴുതിയല്ലേ പറ്റൂ. സോ എം ഈക്വൽ ടു എന്തായിരിക്കും, 2 റൈസ് ടു ആൽഫ ഇൻറ്റു അങ്ങനെ തന്നെ എഴുതുക, എമ്മിന് മാറ്റമൊന്നുമില്ല. സോ ആ കേസിൽ ഫൈ ഓഫ് എം എന്തായിരിക്കും, ഇവിടെ നോക്കുക, ഈ 2, P1, P2 എക്സെട്ര PS ഇതെല്ലാം പരസ്പരം റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ നമ്മൾ ഫൈ അപ്ലൈ ചെയ്യുമ്പോൾ ടേം ബൈ ടേം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഫൈ ഓഫ് എം ഈക്വൽ ടു ഓരോ ടേമിനും ഫൈ കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായോ? ഇപ്പം നമ്മൾ ഫൈ ഓഫ് എം വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഫൈ ഓഫ് എം ഒക്കെ കണ്ടുപിടിച്ചത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ സാധനമാണ്. പേയുടെ പവറിലൊരു ഫൈ ഓഫ് എം ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് ഫൈ ഓഫ് എം കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ ആൽഫ നോട്ട് ഈക്വൽ ടു 0യുടെ കേസിൽ ഫൈ ഓഫ് എം ആണ് എഴുതിയത്. ഇനി എ എടുക്കുക. എ എങ്ങനെയാണ്? റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിട്ടുള്ള എ ആണ് നമ്മൾ എടുക്കേണ്ടത്. ലെറ്റ് എ ബി എനി റിലേറ്റീവ്ലി എനി നമ്പർ, ഒരു നമ്പർ എന്നുണ്ട് അവിടെ. ലെറ്റ് എ ബി എനി നമ്പർ റിലേറ്റീവ്ലി പ്രൈം ടു എം. We wish to show that a raised to phi of m by 2 is congruent to 1 mod m. അപ്പോൾ ആ പ്രൂഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി താഴെ പറയുന്നത്, ശ്രദ്ധിക്കുക. ലെറ്റ് ജി ബി എ പ്രിമിറ്റീവ് റൂട്ട് മോഡ് P1 റൈസ് ടു ആൽഫ 1. ഓക്കെ, ആദ്യത്തെ ഓഡ് പ്രൈമിൻ്റെ ഫാക്ടർ ഉണ്ടല്ലോ എമ്മിൻ്റെ, അതെടുക്കുക. അതായത് P1 റൈസ് ടു ആൽഫ 1 എടുക്കുക. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് റൂട്ട് മോഡ് P1 റൈസ് ടു ആൽഫ 1 ആണ്. ഇനി നമ്മൾ ഒരു കെ ചൂസ് ചെയ്യണം. അതെങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ജി റൈസ് ടു കെ മോഡ് P1 റൈസ് ടു ആൽഫ 1 വരുന്ന രീതിയിലൊരു കെ ചൂസ് ചെയ്യുക. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെ ഉണ്ടാവും, ആ കെ ചൂസ് ചെയ്യുക. ഏത് കെ എടുത്താലും ഇത് ശരിയാണെന്നല്ല പറഞ്ഞത്. കാരണം എ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിട്ടുള്ള ഏതോ ഒരു നമ്പറാണ്, അത് ഏത് വേണമെങ്കിലും ആകാം. ജി എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് റൂട്ട് മോഡ് P1 റൈസ് ടു ആൽഫ 1 ആണ്. അപ്പോൾ നമ്മൾ കെ എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? എ ഈസ് കോൺഗ്രുവൻ്റ് ടു ജി റൈസ് ടു കെ മോഡ് P1 റൈസ് ടു ആൽഫ 1 ആകുന്ന രീതിയിലുള്ള കെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് വേണ്ട കാര്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുവാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ഫൈ ഓഫ് എം ബൈ 2 അല്ലേ. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുക, എ റൈസ് ടു ഫൈ ഓഫ് എം ബൈ 2. ഇനി എ എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? ജി റൈസ് ടു കെയോട് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ എക്ക് പകരം ജി റൈസ് ടു കെ എഴുതുക, ദി ഹോൾ റൈസ് ടു ഫൈ ഓഫ് എം ബൈ 2. ഇനി മൂന്നാമത്തെ കറക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്ഷൻ ആണെന്ന്. അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. അതായത് ഇവിടെ നോക്ക്, ഇപ്പോൾ കിടക്കുന്നത് ജി റൈസ് ടു കെ ദി ഹോൾ റൈസ് ടു ഫൈ ഓഫ് എം ബൈ 2 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ പവറിൽ കിടക്കുന്നത് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ജി റൈസ് ടു കെ ഇൻറ്റു ഫൈ ഓഫ് എം ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ആ ഫൈ ഓഫ് എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്. ഫൈ ഓഫ് എമ്മിന് നമ്മൾ ഓൾറെഡി വാല്യൂ കണ്ടുപിടിച്ച് വെച്ചല്ലോ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. പക്ഷേ അവിടെ ആ ഡിവൈഡഡ് ബൈ 2 വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഇത് മൂന്നാമത്തെ കറക്ഷനാണ്. ഇപ്പോൾ ജി റൈസ് ടു കെ ഇൻറ്റു ഇത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിവൈഡഡ് ബൈ 2 അവിടെ വിട്ടുപോയതാണ്, അത് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. ഇനി ആ പവറിൽ കിടക്കുന്ന നമ്പർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ പവർ ജിയുടെ പവർ എങ്ങനെയാണ് കിടക്കുന്നത്? കെ ഇൻറ്റു ഫൈ ഓഫ് 2 റൈസ് ടു ആൽഫ ഇൻറ്റു ഫൈ ഓഫ് P1 റൈസ് ടു ആൽഫ 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ഫൈ ഓഫ് PS റൈസ് ടു ആൽഫ എസ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് പവറിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 2 എടുത്താൽ അല്ല, അത് വിട്ടേര്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള പവർ മാത്രം ശ്രദ്ധിക്കുക. ഈ പവറിലുള്ള ഈ പ്രോഡക്റ്റുകളിലെ ഒരു ടേമാണ് ഫൈ ഓഫ് P1 റൈസ് ടു ആൽഫ 1. അപ്പോൾ ഈ പ്രോഡക്റ്റിലെ ഒരു ടേം ഫൈ ഓഫ് P1 റൈസ് ടു ആൽഫ 1 ആയതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഫൈ ഓഫ് P1 റൈസ് ടു ആൽഫ 1ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഈ പവറിനെ മൊത്തത്തിൽ ഇപ്പോൾ എം ഇൻറ്റു എന്നിനെ നമുക്ക് എമ്മിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റും, അതുപോലെ തന്നെ എന്നിൻ്റെ മൾട്ടിപ്പിൾ എന്നും പറയാൻ പറ്റും. കാരണം ഇത്രയും ടേംസ് മൾട്ടിപ്ലൈ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് നമുക്ക് മൊത്തം ടേമിനെ പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രോഡക്റ്റിനെ മൊത്തത്തിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ബൈ 2 ഇതിനെ മൊത്തത്തിൽ നമുക്ക് എ മൾട്ടിപ്പിൾ ഓഫ്, അതായത് എ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ടീത്ത് മൾട്ടിപ്പിൾ ടി ഓഫ് ഫൈ ഓഫ് P1 റൈസ് ടു
ആൽഫ 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ജിയുടെ പവറിനെ മൊത്തത്തിൽ എ മൾട്ടിപ്പിൾ ഓഫ് 5 ഓഫ് P1 റേസ് ടു ആൽഫ 1. നമ്മൾ ഈ P1 റേസ് ടു ആൽഫ 1 തന്നെ എടുക്കാനൊരു കാരണമുണ്ട്. എന്താണ്? വേറെയും ടേംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് മൾട്ടിപ്പിൾ ആയിട്ട് പറയാതെ എന്താ ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് പറഞ്ഞേ? ഇവിടെ ഉള്ളത് മോഡ് P1 റേസ് ടു ആൽഫ 1. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതിനെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഫൈനലി എന്താ കിട്ടുന്നത്? എ റേസ് ടു 5 ഓഫ് m ബൈ 2 ഈസ് കോൺഗ്രുവൻ്റ് ടു ജി റേസ് ടു ടി ഇൻറ്റു 5 ഓഫ് P1 റേസ് ടു ആൽഫ 1 മോഡ് P1 റേസ് ടു ആൽഫ 1 പുട്ട് ഇറ്റ് ആസ് നമ്പർ 1. ഈ കാര്യം നമുക്ക് വേണം. അപ്പോൾ ഇതിനെ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി എന്താണ് ടി? ഈ മുകളിൽ കിടക്കുന്ന പവറിൽ 5 ഓഫ് P1 റേസ് ടു ആൽഫ 1 ഒഴികെയുള്ള ബാക്കി എല്ലാ ടേംസിൻ്റെയും പ്രോഡക്റ്റാണ് ടി. അതാണ് അടുത്ത ലൈനിൽ എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയപ്പോൾ നമ്മൾ ആ ഡിവൈഡഡ് ബൈ 2 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ സ്റ്റെപ്പിലാണ് ഡിവൈഡ് ബൈ 2 വിട്ടുപോയത്. അപ്പോൾ നിങ്ങളത് നോട്ടിൽ എഴുതി ചേർക്കുക കേട്ടോ. വേർ ടി ഈക്വൽ ടു കെ ഇൻറ്റു 5 ഓഫ് 2 റേസ് ടു ആൽഫ ഇൻറ്റു 5 ഓഫ് P2 റേസ് ടു ആൽഫ 2. കാരണം മറ്റേ ടൈം ഓൾറെഡി നമ്മൾ ടിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു 5 ഓഫ് P1 റേസ് ടു ആൽഫ 1. പിന്നെ നമ്മൾ ടി എഴുതുമ്പം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പോൾ ബാക്കി ടൈംസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ 2 എഴുതുക. ഓക്കെ, ഇനി വി വിൽ ഷോ ദാറ്റ് ടി ഈസ് ആൻ ഇൻറ്റിജർ. ഇപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യമേ. അപ്പോൾ ഞാനത് പിന്നീട് പ്രൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അന്നേരം കൂടുതൽ പറയുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു ഇപ്പോൾ നമുക്കൊരു P/Q ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ്റെ ഫോമിൽ കിടക്കുന്നത് കൊണ്ട് ഇത് ഇൻറ്റിജർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ വി വിൽ ഷോ ദാറ്റ് ടി ഈസ് ആൻ ഇൻറ്റിജർ. ഇനി നമ്മളിവിടെ ആൽഫ ഈക്വൽ ടു 0 അല്ലെങ്കിൽ 1 ആകുന്ന ഒരു സാഹചര്യം കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ 2 റേസ് ടു ആൽഫയുടെ ടേം അവിടെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ബാക്കി എമ്മിൻ്റെ ടേം എങ്ങനെയായിരിക്കും? ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് P1 റേസ് ടു ആൽഫ 1 ഇൻറ്റു എക്സെട്ര PS റേസ് ടു ആൽഫ എസ് എന്നുള്ള ഫോമിൽ വരും. ഇനി എസ് ഈക്വൽ ടു 1 ആയി പോയാലോ? ആൽഫ 0 ആകുന്ന കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ആ കേസിൽ എസ് ഈക്വൽ ടു 1 ആയാൽ എം എന്തായിട്ട് മാറും? ഇത് P1 റേസ് ടു ആൽഫ 1 ആയിട്ട് മാറും. എമ്മിന് ഈ ഫോം വരാവോ? വരാൻ പാടില്ല. ഇനി ആൽഫ ഈക്വൽ ടു 1 വരുന്ന കേസ് കൺസിഡർ ചെയ്യുക. ആൽഫ ഈക്വൽ ടു 1 വരുമ്പോഴും എസ് ഈക്വൽ ടു 1 ആയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ 2 റേസ് ടു ആൽഫ, അതായത് 2 റേസ് ടു 1 ഇൻറ്റു എസ്സും കൂടി 1 ആയാൽ P1 റേസ് ടു ആൽഫ 1. അപ്പോഴും എന്താണ്? എമ്മിന് വരാൻ പാടില്ലാത്ത ഫോമിലാണ് എം വന്നത്. അപ്പോൾ അതും പോസിബിൾ അല്ല. അതിൻ്റെ അർത്ഥം ആൽഫ 0 ആകുമ്പോഴും ആൽഫ 1 ആകുമ്പോഴും എസ് 1 ആകാൻ പാടില്ല. അതായത് എസ്സിൻ്റെ വാല്യൂ അപ്പം 2 മുതലേ പോസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് ആൽഫ ഈക്വൽ ടു 0 ഓർ 1 ദെൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കാരണം അവിടെ എസ് വന്നു പോയി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ എം എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ P റേസ് ടു ആൽഫ അല്ലെങ്കിൽ 2 P റേസ് ടു ആൽഫ എന്നുള്ള ഫോമിൽ വരും. അത് പോസിബിൾ അല്ല. ഇനി അടുത്ത കാര്യം എഴുതിയേക്കുന്നത് ദി ഫാക്ടർ 5 ഓഫ് P2 റേസ് ടു ആൽഫ 2 ഈസ് ഈവൻ. അതിനകത്തുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ എടുത്തത്. 5 ഓഫ് P2 റേസ് ടു ആൽഫ 2 എന്നുള്ള ഒരു ഫാക്ടർ എടുക്കുമ്പോൾ അതെന്തായിരിക്കും? അത് ഈവൻ ഫാക്ടർ ആയിരിക്കും. കാരണം നമ്മുടെ ഈ P2 എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈമാണ്. P1 P2 എക്സെട്ര PS വരെയുള്ള എല്ലാം ഓടാണല്ലോ. അപ്പോൾ 5 ഓഫ് P2 റേസ് ടു ആൽഫ എന്നുള്ളത് നമുക്കത് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ആൻസർ ഈവൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ മുകളിലുള്ള കുറേ നമ്പേഴ്സ്, ഇപ്പോൾ നമ്മൾ ABC എക്സെട്ര അങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 2n ഫോമിലുള്ളൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് മുകളിൽ കിട്ടുന്നത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഹോൾ നമ്പർ, ഒരു ഇൻറ്റിജർ k തന്നെ നമുക്ക് കിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മുകളിൽ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ, ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ ഉണ്ടായാൽ അതിൻ്റെ ഫോം എന്തായിരിക്കും? ഈവൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത് 5 ഓഫ് P2 റേസ് ടു ആൽഫ 2 ഈസ് ഈവൻ. സോ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു 2n ഫോമിലായിരിക്കും. അപ്പോൾ ആ 2ഉം താഴെയുള്ള 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഫ്രാക്ഷൻ എന്നുള്ള സംഭവം മാറി ഇത് എന്തായിട്ട് മാറും? ഇതൊരു ഇൻറ്റിജറായിട്ട് മാറും. മുകളിലെല്ലാം ഓഡ് നമ്പർ ആയി പോകുമ്പോഴാണ് താഴെ 2 കിടക്കുമ്പോൾ അത് ഫ്രാക്ഷൻ ആവുക. മുകളിൽ ഏതെങ്കിലും ഒരു ഈവൻ ഉണ്ടെങ്കിൽ തന്നെ ആ 2 താഴെയുള്ള 2 നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് മൊത്തത്തിലുള്ള പ്രോഡക്റ്റിനെ ഈവൻ ആക്കി എഴുതാൻ പറ്റും. ഇൻറ്റിജറായിട്ട് കാണാൻ പറ്റും.
ഇനി അടുത്തത് ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നമ്മളിപ്പോൾ ഓരോ കേസായിട്ട് പറയുവാണ്. ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞത് ആൽഫ ഈക്വൽ ടു 0യും ആൽഫ ഈക്വൽ ടു 1 ആകുമ്പം എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ എന്തായാലും അവിടെ P1 ഉണ്ട് P2 ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ടേമിനെ ഈവൻ എന്ന് പറയാൻ പറ്റും. എപ്പോഴും ഈ ടേം ഉണ്ടെന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. മനസ്സിലായി? ഇപ്പോൾ എസ് ഈക്വൽ ടു 1 ആണെങ്കിൽ P2 എന്ന് പറയുന്നൊരു ടേമേ അവിടെ ഇല്ല. മനസ്സിലായോ? അപ്പം എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കേസിൽ മാത്രമേ P2 എന്നുള്ള ടേം പോലും അവിടെയുള്ളൂ. ആ ടേം ഉണ്ടെങ്കിലല്ലേ അതിന് ഈവൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓരോരോ കേസായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത കേസ് ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ദി ഫാക്ടർ 5 ഓഫ് 2 റൈസ് ടു ആൽഫ ഈസ് ഈവൻ. അപ്പോൾ ആ കേസിൽ ആ 2ൻ്റെ പവർ 2വിനേക്കാൾ വലുതായല്ലോ അല്ലേ? ആൽഫയാണ് 2ൻ്റെ പവർ. അപ്പോൾ 5 ഓഫ് 2 റൈസ് ടു ആൽഫ എന്നുള്ളത് ഈവൻ ആയിരിക്കും. ഓക്കെ, ആ കേസിലാണെങ്കിൽ അപ്പം മുകളിലുള്ള ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഈവൻ ആയാൽ മതി. താഴെയുള്ള 2വിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുന്ന കേസിൽ 5 ഓഫ് 2 റൈസ് ടു ആൽഫ ഈവൻ ആയിരിക്കും. ആ കേസിലും ടി എന്നുള്ളത് എന്തായി? ഇൻറ്റിജറായിട്ട് മാറി. അപ്പോൾ ഏത് കേസ് എടുത്താലും ടി എന്നുള്ളത് ഇൻറ്റിജറായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് പ്രൂഫ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇച്ചിരി ലെങ്തി പ്രൂഫാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കണക്ഷൻ പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ ആർഗ്യുമെൻറ്റ്സും മനസ്സിലാക്കുക കേട്ടോ. ഇനി പറയുന്നത് നമ്മൾ ജി എന്തായിട്ടാണ് എടുത്തത്? ജി എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് റൂട്ട് മോഡ് P1 റൈസ് ടു ആൽഫ 1 ആയിട്ടാണ് നമ്മൾ എടുത്തത്. പ്രിമിറ്റീവ് റൂട്ടിൻ്റെ ഡെഫിനിഷൻ അറിയാമല്ലോ. പ്രിമിറ്റീവ് റൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 5 ഓഫ് എം കിട്ടുന്ന നമ്പറിനെയാണ് നമുക്ക് പ്രിമിറ്റീവ് റൂട്ട് മോഡ് എം എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ പ്രിമിറ്റീവ് റൂട്ട് മോഡ് P1 റൈസ് ടു ആൽഫ 1 എന്ന് പറഞ്ഞാൽ ജിയുടെ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ 5 ഓഫ് P1 റൈസ് ടു ആൽഫ 1 ആയിരിക്കും. അതായത് ജിയുടെ പവർ 5 ഓഫ് P1 റൈസ് ടു ആൽഫ 1 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് P1 റൈസ് ടു ആൽഫ 1 എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പവർ ജിയുടെ nth പവർ കോൺഗ്രുവൻറ്റ് ടു 1 ആണെങ്കിൽ നമ്മൾ ജി റൈസ് ടു എൻ ദി ഹോൾ റൈസ് ടു ടി എടുത്താലും അതും കോൺഗ്രുവൻറ്റ് ടു 1 റൈസ് ടു ടി, അതായത് 1 തന്നെ ആയിരിക്കില്ലേ? അതായത് ജി റൈസ് ടു ടി എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ആയിരിക്കും. അപ്പോൾ ജി റൈസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു 1 ആണെങ്കിൽ ജി റൈസ് ടു ടി എന്നും കോൺഗ്രുവൻറ്റ് ടു 1 ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ജി റൈസ് ടു 5 ഓഫ് P1 റൈസ് ടു ആൽഫ 1 കോൺഗ്രുവൻറ്റ് 1 ആണെങ്കിൽ ജി റൈസ് ടു ടി ഇൻറ്റു 5 ഓഫ് P1 റൈസ് ടു ആൽഫ 1ഉം കോൺഗ്രുവൻറ്റ് 1 ആയിരിക്കും. ഇനി ഈ സാധനം എന്താ? ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താൽ ഞാനത് കഴിഞ്ഞ പേജിൽ എഴുതിയേക്കുന്ന കാണിക്കാം. ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്ത് വെച്ചത്? നമ്മൾ ആ നമ്പർ 1 എന്നും പറഞ്ഞ് പ്രൂവ് ചെയ്ത് വെച്ചതാണ്. ജി റൈസ് ടു ടി ഇൻറ്റു 5 ഓഫ് P1 റൈസ് ടു ആൽഫ 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു 5 ഓഫ് എം ബൈ 2. അത് രണ്ടുപേരും പരസ്പരം കോൺഗ്രുവൻ്റ് ആണ്. ആ നമ്പർ 1 ഉപയോഗിച്ച് നമുക്കത് കിട്ടും. അപ്പോൾ ഇവിടുന്ന് എന്ത് പറയാം? 1 ഇംപ്ലൈസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. സോ 1 ഇംപ്ലൈസ് നമ്മൾ ഈ ടേമിന് പകരം എന്ത് കൊടുക്കും? എ റൈസ് ടു 5 ഓഫ് എം ബൈ 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് P1 റൈസ് ടു ആൽഫ 1. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന മോഡ് കഴിഞ്ഞിട്ടുള്ള സാധനം എം അല്ല. നമുക്ക് വേണ്ടത് ഈ ബാക്കിയെല്ലാം ശരിയാ. മോഡ് എം ആയിരുന്നെങ്കിൽ നമുക്ക് വേണ്ട സാധനം കിട്ടി. പക്ഷെ നമുക്ക് മോഡ് എം ഇപ്പോഴും കിട്ടിയിട്ടില്ല. മോഡ് P1 റൈസ് ടു ആൽഫ 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ സിമിലർ വേ നമുക്ക് ഏത് PI എടുത്തും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ P1 റൈസ് ടു ആൽഫ 1 എടുത്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത എന്ത് പ്രൂവ് ചെയ്യാം? 5 ഓഫ് എ റൈസ് ടു 5 ഓഫ് എം by 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് P2 റൈസ് ടു ആൽഫ 2 നമുക്ക് ഇതുപോലെ തന്നെ കാണിക്കാൻ പറ്റും. അതുപോലെ PS റൈസ് ടു ആൽഫ എസ് വരെയുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? എ റൈസ് ടു 5 ഓഫ് എം ബൈ 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എന്താണ്?